I'd like to also speak a little bit about the local issues here. ഞാൻ ഇവിടുത്തെ വയനാട്ടിലെ പ്രാദേശിക പ്രശ്നങ്ങളെ കുറിച്ചും നിങ്ങളോട് കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. The issue of man-animal conflict that is causing huge problem to the people of Wayanad. വയനാട്ടിലെ ഒരു വലിയ പ്രശ്നമാണ് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം. ഇതിവിടെ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The night traffic ban that is also causing huge amount of distress. അതുപോലെ തന്നെ രാത്രിയുള്ള യാത്രാ നിരോധനവും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് എനിക്കറിയാം. And I've already told you that we are committed to resolving these problems. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I have written multiple times on these issues to our chief minister, to the central government. കേന്ദ്ര ഗവൺമെന്റിനും നിരവധി പ്രാവശ്യം ഞാൻ കത്തുകൾ എഴുതിയിട്ടുണ്ട്. And we will continue to put pressure on them. അവരെ സമ്മർദ്ദം ചെലുത്തി ഈ വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് നിരന്തരം അവരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. It is a complicated issue, but we are going to resolve this issue with you together. അല്പം സങ്കീർണമായ പ്രശ്നം തന്നെയാണ്, പക്ഷെ നിങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണ്. Thank you very much. വളരെയധികം നന്ദി. താങ്ക് യു. I was telling Venugopal when I landed today. I was telling Venugopal when I just landed today that whenever I am going towards Wayanad, I feel I am going to my house. ഞാൻ ഇന്ന് ഇവിടെ ഇറങ്ങിയപ്പോൾ ശ്രീ വേണുഗോപാലിനോട് പറയുകയായിരുന്നു, എപ്പോ വയനാട്ടിൽ പോകുമ്പോഴും എനിക്ക് എന്റെ വീട്ടിൽ പോകുന്ന പോലെയാണെന്ന് അദ്ദേഹത്തോട് പറയുകയായിരുന്നു. Now I'm going to pressurize my mother to come here and stay with you for 1 week or 10 days. ഇപ്പൊ ഞാൻ തിരിച്ചുപോയി എന്റെ അമ്മയോട് ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഒരാഴ്ച താമസിക്കണം എന്ന് ഞാൻ എന്റെ അമ്മയെ അതിനു വേണ്ടി നിർബന്ധിക്കാൻ പോവുകയാണ്. 10 days. No, I would tell her to come for 1 month, but she has slight problem with humidity. അമ്മയോട് ഞാൻ കുറച്ച് ഇവിടെ ഒരു മാസം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവിടുത്തെ ചൂട്, ഹ്യൂമിഡിറ്റി, ഈ വിയർപ്പൊക്കെ കാരണം അമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. But I told her you are missing the most beautiful place on earth. ഞാൻ അമ്മയോട് പറഞ്ഞ എന്താണെന്നറിയോ, അമ്മ ഇവിടെ വരാതെ ഇരിക്കുമ്പോൾ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ് അമ്മ ഇവിടെ വരാതെ മിസ് ചെയ്യുന്നത്, അമ്മയ്ക്ക് നഷ്ടപ്പെടുന്നതെന്ന് ഞാൻ അമ്മയോട് പറയാറുണ്ട്. Finally, there's also the issue of Nilampur Railway. നിലമ്പൂർ റെയിൽവേയുടെ പ്രശ്നവും നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. And that is very easy. When we come to power in Delhi, that is very easy for us to do. ആ പ്രശ്നം പരിഹരിക്കുന്നത് നമ്മൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ നിലമ്പൂർ റെയിൽവേയുടെ പ്രശ്നം പരിഹരിക്കുന്നത് നമ്മളെ കൊണ്ട് വളരെയധികം എളുപ്പമാകും. The reality is that because we are not in government in Delhi and we are not in government in Kerala, both these governments are doing stepmotherly treatment to Wayanad. This is a fact. അതായത് കേരളത്തിലും കേന്ദ്രത്തിലും നമ്മൾക്ക് അധികാരമില്ലാത്തത് കൊണ്ട് ഈ രണ്ട് ഗവൺമെന്റുകളും, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചിറ്റമ്മ നയമാണ് വയനാടിനോട് എടുക്കുന്നതെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. And we are going to come to power both in Delhi and in Kerala, and we are going to resolve this issue for you. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, കേന്ദ്രത്തിലും നമ്മൾ അധികാരത്തിൽ വരാൻ പോവുകയാണ്, കേരളത്തിലും നമ്മൾ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഇവിടെ രണ്ടും അധികാരത്തിൽ വന്ന ശേഷം ഈ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുന്നത് തന്നെയായിരിക്കും. And finally, one thing I don't understand. I understand that the night ban is a complex issue. It's true. I understand man-animal conflict is a complex issue, but medical college is a simple issue. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മൃഗങ്ങളും മനുഷ്യരുമായിട്ടുള്ള പ്രശ്നം ഒരു സങ്കീർണമായ പ്രശ്നമാണ്, രാത്രി നിയോജനം ഒരു സങ്കീർണമായ പ്രശ്നമാണ്. പക്ഷെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു ലളിതമായ പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. It's an easy issue to resolve. അത് പരിഹരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പ്രശ്നമാണ്. And I have written so many times, to the chief minister, please resolve this issue. This is not such a complicated issue, but for some reason, it just keeps getting postponed, slowed down, and this is really not fair. ഞാൻ ഒരുപാട് പ്രാവശ്യം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട്, ഇതൊരു സാധാരണ പ്രശ്നമാണ്, ലളിതമായ പ്രശ്നമാണ്, ദയവായി എന്തെങ്കിലും ചെയ്യുക ഈ പ്രശ്നം പരിഹരിക്കാൻ. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ നീട്ടി വെക്കുകയാണ്, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത് നടക്കാതെ പോവുകയാണ്. And so again, what is it? It's not a simple issue, it's a serious grave issue. No, it's a very grave issue, but it's an easy issue to resolve. രാഹുൽജി പറഞ്ഞത് അത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്, പക്ഷെ പരിഹരിക്കാൻ എളുപ്പമുള്ള പ്രശ്നമാണ്. But for some reason it's not happening.
പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് ഇത് സംഭവിക്കുന്നേ ഇല്ല. And it is also connected because when somebody gets injured, somebody gets hurt, even due to the man-animal conflict, they have no way to get treatment. അത് ഇനിയും വലിയ പ്രശ്നമാണ്. ഈ രണ്ട് പ്രശ്നങ്ങളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ആർക്കെങ്കിലും ഒരു മുറിവേൽക്കുമ്പോഴോ അല്ലെങ്കിൽ വന്യമൃഗം ആക്രമണം നേരിടുമ്പോഴോ ചികിത്സിക്കാനുള്ള സൗകര്യം ഇല്ലാതാവുന്നു, മെഡിക്കൽ കോളേജ് ഇല്ലാതാവുമ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. And frankly, for the Kerala government, it is a 2-minute job. ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഗവൺമെന്റിന് ഇതൊരു 2 മിനിറ്റിൽ പരിഹരിക്കാവുന്ന ഒരു ഇഷ്യൂ ആണ് വയനാട്ടിലെ മെഡിക്കൽ കോളേജ് പ്രശ്നം എന്നുള്ളത്.